നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ദിവസമാണ്. നമസ്കാരം സർ. നമസ്കാരം. സർ മാർക്കറ്റിൽ എന്താണ് സർ നടക്കുന്നു? പെട്ടെന്ന് നോക്കുമ്പോൾ സെൻസെക്സ് ഒരു 1700 പോയിന്റ്, പിന്നെ നിഫ്റ്റി ഒക്കെ കയറുന്നു. മാർക്കറ്റിനെ വിട്ടു എന്നാണ് തോന്നുന്നത് സർ. എന്താണ് നീ വിട്ടോ? അങ്ങനെ ഒന്നുമല്ല. ഇപ്പൊ തന്നെല്ലോ ലോയിലിരുന്ന് 23,600 ഇരിക്കുന്നു. ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ സൺഡേരകത്ത് അഗ്രിമെന്റ് ഇടുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്ത് പറയുന്നു എന്നാൽ ആ അഗ്രിമെന്റ് വേസ്റ്റ് എന്നാണ് പറയുന്നു. ദാൻ ട്രൈറ്റർ എന്നാണ് പറയുന്നു. അഗ്രിമെന്റും ഇല്ല, ഒന്നുമില്ല. അഗ്രിമെന്റ് ഇല്ല. കച്ച എണ്ണ 87 വരയ്ക്ക് വന്നു. ഒരേ ഖുഷിയിൽ മാർക്കറ്റിനെ കയറ്റിയിരിക്കുന്നു. അഗ്രിമെന്റ് ഇല്ല എന്ന് നാളെ അറിയാം. മാർക്കറ്റ് കയറി. പെട്ടെന്ന് അഗ്രിമെന്റ് ഇടുവാണെങ്കിലോ പ്രശ്നം ഓടിക്കൊണ്ടേയിരിക്കുന്നു. തീരെ പ്രോബ്ലം. കച്ച എണ്ണ വരണ കാരണം ശരിയാവൂല. അതിന് തന്നെ ഒരു 6 മാസം ആകുമെന്നാണ് പറയുന്നു. കച്ച എണ്ണ നാളെ അഗ്രിമെന്റ് ഇട്ടാൽ കൂടെ ജൂലൈ അവസാനം തന്നെ നിങ്ങൾക്ക് ഡെലിവറി വരും. സോ ഈ വർഷത്തിന്റെ ഏർണിങ്ങിൽ കുറവാണ്. എന്തെന്ന് വെച്ചാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എല്ലാം കാലി. റൈറ്റാ? ഫസ്റ്റ് ഇത് ആ പ്രോബ്ലം ഇല്ല. വലിയ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ അമേരിക്കയിലുള്ള സാധനങ്ങളുടെ വില ഒക്കെ ഏറുന്നു. അവിടെ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റാൻ പോകുന്നു. ഇപ്പോൾ 3.25 ഇരിക്കുന്നത് 4-4.25 ആവും. അല്ല, ബിൽ 0.25 ഏറ്റിയിരിക്കുന്നു. വിലവാശിയായി കയറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ കാശ് വെളിയിൽ ചെന്നുകൊണ്ടാണ് ഇരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടാണ്ട സിറ്റുവേഷനിൽ എന്ത് സർ അവർ കേറ്റാതെ വിട്ടു? ഇന്ത്യയും അതേ തന്നെ ചെയ്തിരിക്കുന്നു. ആരാണ് കയറ്റാതെ വിട്ടത്? ഇന്നും മീറ്റിംഗ് നടന്നില്ലല്ലോ. പോയ പ്രാവശ്യം ഏറ്റിരിക്കുകയല്ലേ സർ RBI? RBI വിട്. നീ ഇത് വന്നിട്ട് ഈ കൈനാട്ടിനെയും പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വച്ചിരിക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ നടക്കും. ശരി, എങ്ങനെ ECB കയറ്റിയായിരുന്നു. ജർമ്മൻ ബാങ്കാണത്. അമേരിക്ക മേ ബി ഈ പ്രാവശ്യം കയറ്റില്ല, അടുത്ത പ്രാവശ്യം കയറ്റുമായിരിക്കും. കയറ്റുവാണെങ്കിൽ അവിടെ ഹയർ റിട്ടേൺ ആണ്. 4.25 എന്ന് പറയുന്നത് 5% കിട്ടും. 5% ഇടുമോ അല്ലെങ്കിൽ രൂപയിൽ 7% ഇടുമോ കാശ് വെളിയിൽ പോവും. അപ്പൊ ഗോൾഡിന്റെ പ്രൈസ് ഇപ്പോ ഇരിക്കുന്ന സ്ഥിതിക്ക് കയറുന്നത് പോലെ ഇല്ല. അതാണ് പറഞ്ഞ് ഇറങ്ങുമെന്ന്. പിന്നെ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ ഉടനെ 2 ദിവസം കൊണ്ട് കയറിയിരിക്കും. ഇന്നും കയറിയിരിക്കും. അന്ന് 2 ദിവസം എഴുതുന്നത് കയറി, ഇന്ന് അവിടെ പോയി നിൽക്കും ഫ്ലാറ്റ്. ഇനി ഇങ്ങനെ തന്നെ നീടിക്കുമല്ലേ? രാവിലെ അവർ ഏത് സൈനാണ് എളിക്കുന്നത് എന്നത് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇതിൽ കാര്യം വലതുവശം എണിക്കുവാണെങ്കിൽ വീരാണ്ടമ്മളിൽ ഗുണ്ടിടും. ഇടതുവശം നോക്കി എണിക്കുവാണെങ്കിൽ പ്രീ സ്ട്രീറ്റിന് അനൗൺസ് ചെയ്യും. ഇല്ല പറയും പ്രീ സ്ട്രീറ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറയും. അവർ ലോങ് ആയിരിക്കുന്ന ഷോർട്ട് ആയിരിക്കുന്നതിന് നോക്കി തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പൊ അവരുടെ പൊസിഷൻ എങ്ങനെ നോക്കണം അല്ലേ? അവരുടെ പൊസിഷൻ ഇങ്ങനെ ഇരിക്കുന്നു നോക്കണം. പെട്ടെന്ന് വന്ന് ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഒരു 8%, പാസഞ്ചർ വെഹിക്കിൾ ഒരു 4%. കർഷകരെ വില ഇറങ്ങിയിരിക്കുന്നല്ലേ. ഡീസൽ എല്ലാത്തിന്റെ പ്രോബ്ലം സോൾവ് ആയെന്ന് പറഞ്ഞ് കേട്ടേണ്ടതല്ലോ. ഓക്കെ, ഒരു കാരണമേ ഇല്ലാതെ കാരണമുണ്ട്. US പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഈസ് ദി ലാർജസ്റ്റ് പ്ലെയർ ഇൻ ദി മാർക്കറ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ന കാരണത്തെ അത് കയറി. ഈ പ്രാവശ്യം എവിടെ പോകണം, ഈ സ്ഥലത്തിൽ അഗ്രിമെന്റ് സൈൻ ചെയ്യും, ഇവിടെ സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇറാനിലിരുന്ന് ഒരു അഗ്രിമെന്റിനെ വിട്ടു. ഇത് ടോട്ടൽ സറണ്ടർ. ജയിച്ചു എന്ന് പറയുന്നു. ഇറാൻ ജയിച്ചു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇവർ അഗ്രിമെന്റ് സൈൻ ചെയ്യും? അതുകൊണ്ട് ഇത് ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോ മാർക്കറ്റ്സ് കയറി ഇറങ്ങുന്നത് ഫണ്ടമെന്റലിനെ ബേസ് ചെയ്ത് ചെന്നുകൊണ്ടിരിക്കുന്ന ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇന്നൊരു ന്യൂസ് വരുന്നു. മാക്രോ എക്കണോമിക് റിയാക്ഷൻ ഗോയിങ് ഇൻ വൺ ഡയറക്ഷൻ വിച്ച് ഇസ് ലോവർ ഗ്രോത്ത് ആൻഡ് ഹയർ ഇൻഫ്ലേഷൻ. അപ്പപ്പോൾ അവർ ഗുഡ് ന്യൂസ് തരുന്നു, അടുത്തിരുന്നു എന്ന്. ഉടനെ മാർക്കറ്റ് വന്നിട്ട് ഓപ്പോസിറ്റിൽ റിയാക്ട് ആകുന്നു. അതിൻ്റെ ശേഷം തിരികെ മാർക്കറ്റ് അറിയാൻ വരുന്നുമില്ല. മാക്രോ എക്കോണമി വളരെ മോശമായിട്ട് തന്നെ ചെല്ലാൻ പോകുന്നു എന്ന്. സോ മാർക്കറ്റ് ഉടനെ ബൾട്ടി അടിക്കുന്നു. ഇത് വന്നിട്ട് ഒരു ടെമ്പററി റിലീഫ് തന്നെ അല്ലേ? അതെ, ഇത് ഇന്ന് വരയ്ക്കും, ഇന്നിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യണത് വരയ്ക്കും ഇത് ടെമ്പററി റിലീഫാണ്. സാറ്റർഡേ സൺഡേ അഗ്രിമെന്റ് സൈൻ ചെയ്യുവാണെങ്കിൽ ഇന്നും ഇറങ്ങും. മറ്റേ ഇന്ത്യയുടെ പ്രോബ്ലം ഇതല്ല. ഇന്ത്യയിലുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ സിംപ്ലി ദെയർ ഈസ് നത്തിങ് ഫോർ എക്സ്പോർട്ട്. യു ഹാവ് ടു ഇമ്പോർട്ട് എവറിത്തിങ്. സട്ടി റിസർച്ച് എന്ത് പറഞ്ഞിരിക്കുന്നതെന്നാൽ അവരുടെ 12 മന്ത് ടാർഗറ്റ് നിഫ്റ്റിക്ക് വന്നിട്ട് 27,000 26,000 എന്ന് ഉറച്ചിട്ടിരിക്കുന്നു. അതായത് അവരുടെ ഹയസ്റ്റ് പോയിന്റിന് ഇന്നും ഒരു കൊല്ലത്തിൽ പോകത്തില്ല എന്നതിന് അവർ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് എന്താണ് തിങ്കിങ് എന്നാൽ മുമ്പേ 16,000, 15,000, 17,000 എന്ന് പറഞ്ഞൊരു നമ്പർ തന്നായിരുന്നു. 20,500 അത് JB മോർഗൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. എന്തായാലും 500,000. നമ്മളെ 15, 16 എന്ന് പറയുന്നപ്പോൾ രൂപ 70 ഇരുന്നത്. പക്ഷെ ഇപ്പൊ രൂപ വന്നിട്ട് 97 ഇരിക്കുന്നത്. അതിന് വന്ന് ഒരു 30% കൊടുക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഡോളർ കണക്കിലാണ് പറയുന്നത്. അത് 30% കൊടുക്കണം. 23,500 30% എടുക്കുവാണെങ്കിൽ 6,600 പോയിന്റ്സ് കുറയ്ക്കണം. 6,600 പോയിന്റ്സ് കുറയ്ക്കണമെങ്കിൽ 17,000 പോയിന്റിൽ പോകും. അതിലെ വന്നല്ലേ ഇപ്പൊ
ആണ് സർ ചോദിക്കുന്നു. അതായത് സിറ്റി ഗ്രൂപ്പ് എന്ത് പറയുന്നു എന്നാൽ 1000 പോയിന്റ് കുറച്ചിരിക്കുന്നു. കൊടുത്ത നമ്പറിലിരുന്ന് 1000 പോയിന്റ് കുറച്ചിരിക്കുന്നു. അപ്പോ അനന്ത് സർ ഓൾറെഡി ഒരു നമ്പർ തന്നായിരുന്നു. 17,000. ഇതിന്ന് ഞാനൊരു 1000 പോയിന്റ് കുറച്ചെന്ന് വെച്ചോ. അല്ല, ഇതിൽ നീ എന്ത് മനസ്സിലാക്കണമെന്നാൽ വലിയ വലിയ ജാംബവാൻകളൊക്കെ 5 കൊല്ലമായിട്ട് റിട്ടേൺ തരുന്നില്ല. സാർ അത് ഞാൻ ലിസ്റ്റ് വച്ചിരിക്കുന്നു സർ. ഒരു 20-30 കമ്പനി ഞാൻ എടുത്തിട്ട് വന്നിരിക്കുന്നു. ഈ ജാംബവാൻകളെ റിസൾട്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഈ സമയം ഇറങ്ങാമോ എന്ന് നോക്കുന്നു സർ. അത് നിങ്ങൾ പറയണം. ആ ലിസ്റ്റ് എടുത്തിട്ട് വന്നിരിക്കുന്നു. കോൺഫിഡൻ്റ് ആയിരിക്കുന്ന സമയം നമ്മൾ വാച്ച് ചെയ്ത് പെയ്ഡ് കാർട്ടിലിടും. ഇതിൽ സംടൈംസ് ഇതിനെ വെച്ച് കളിക്കാം, അല്ലെങ്കിൽ ഇല്ല. ഡിപ്പെൻഡ് ഓൺ വാട്ട് യു ആർ ഡൂയിങ്. നെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം സർ. ബട്ട് അതിനു മുമ്പേ ഫണ്ടമെന്റൽ ആയിട്ട് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഞാൻ സാർ അടുത്ത് ചോദിക്കാം. എഐസ് വന്നിട്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് 2026 4.3 ട്രില്യൺസിന് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. 4.5 ലക്ഷം കോടി ഇട്ടിരിക്കുന്നു. ബിഐഎസ് 2.25 ലക്ഷം കോടി വെളിയിൽ എടുത്തുവെച്ചിരിക്കുന്നു. അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നു. ഇന്ത്യ ഒരു പോയിന്റിൽ എഫ്ബിഐ വിശ്വസിക്കാതെ എഐഎസിനെ മാത്രം വിശ്വസിച്ച് അതിന്റെ പുറകെ ചെല്ലാൻ പറ്റില്ല. അങ്ങനെ പറ്റൂല. എന്തുകൊണ്ട് സാർ അത് പറ്റൂല? കാരണം ഇതിന്റെ അടുത്ത് ബില്യൺ ഇരിക്കും. ദിവസം എത്ര ഇരിക്കും? അതിൽ നീ 200 250 എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റൂല. എടുത്ത് വിൽക്കാൻ പറ്റുന്നത് 450 ബില്യൺ ഇരിക്കുന്നു. വച്ചിരിക്കുന്നത് 800 ബില്യൺ. അതല്ലാതെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനി കൂടെ പബ്ലിക് ഇഷ്യൂ ഇട്ട് പോകണമെന്ന് നോക്കുന്നു. അവരെ വിറ്റുകൊണ്ടേയിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതർ സൈഡ് വന്നിട്ട് എഫ്ബിഐ എടുത്ത കാശിനെ വിട ഡിഐഎസ്, അതായത് നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ഇട്ടിരിക്കുന്ന കാശ് ഒരുപാടുണ്ടാണ് സർ. ആൽമോസ്റ്റ് 100%. ഇപ്പൊ തന്നെ ഓൾറെഡി 40% കുറഞ്ഞു. ഒരു വർഷത്തിനൊന്നും വന്നില്ലെങ്കിൽ തുണ്ടക്കാണോ തുണിയക്കാണെന്ന് പറഞ്ഞു ഓടും. എഫ്ബിഐസ് അതിനെല്ലാം ചെയ്യുന്നു സർ. ടേംസ് കിട്ടിയില്ല ഇനി എടുത്തുകൊണ്ട് പോകും. എന്താണ് സർ ഡിഫറൻസ്? അതൊന്നിട്ട് ഇന്റലിജന്റ് മണി, നിങ്ങളതൊന്ന് ഡം പണി. എന്താണ് സ്റ്റോക്കിൽ ഇടുന്നു എന്ന് അറിഞ്ഞ് എഫ്ബിഎസ് ഇടുന്നു. അതിൽ കാശ് ഇരിക്കുന്നു, എങ്ങനെയെങ്കിലും ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെയല്ല. കയ്യിൽ കുറച്ച് കാശുണ്ട്, മങ്കാത്ത കളിക്കാൻ പേടിയായിരിക്കുന്നു. നമ്മുടെ ക്യാമറമാൻ നമുക്ക് വേണ്ടി മങ്കാത്ത കളിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞതാണ് ഇത്. ഹീറോ പോലെ ഡ്രസ്സും ചെയ്തുകൊണ്ടൊന്നു ഇങ്ങനെ കൈയിനെ ആട്ടിയോണ്ട് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ബഫറ്റിന്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞ് പാട്ടിൽ വന്നിട്ട് വൈരാജ വൈ എന്ന് പറയും. ഇന്നും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മുഖ്യമായിട്ട് വന്നിട്ട് വോഡഫോണെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കുന്നു. അതിനും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നാളെ ഞാൻ സാറിന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, നന്ദി സാർ. നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അത് നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ഇനിയും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.